ഒരു 1.5 മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന, അതിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും ആഗ്രഹിച്ച ആളല്ല, അതങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര അപമാനമായിട്ട് തുടർന്നുകൊണ്ടിരിക്കണതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു ചേർത്തത്. പുള്ളി നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപ ഞാൻ പുള്ളിയുടെ നിന്ന് കടം വാങ്ങുകയും ആ പൈസ തിരിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ ARM സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത്. കാര്യം ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത്, ഞാനൊരിക്കലും അയാൾ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഹരീഷ് കണാരനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാര്യം ആ സിനിമയ്ക്ക് അത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്നൊരു പടമാണ് ARM സിനിമ. അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും എൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ, ഓരോ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നതും ഇവരപ്പം തന്നെ വിളിക്കുന്നതും. സ്പോട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിക്കുമായിരുന്നു. അതിനകത്ത് ജഗദീഷ് ഏട്ടൻ, ഇന്ദ്രൻസ് ഏട്ടൻ, സുരഭി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ നിലവിൽ വാങ്ങുന്ന ഒരു റെമ്യൂണറേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാം ക്യാരക്ടർ കേട്ട ഉടനെ അവരെല്ലാം സമ്മതിക്കുകയും ചെയ്തതാണ്. ഹരീഷ് കണാരനോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹരീഷ് 50 ദിവസത്തെ ഡേറ്റ് വേണം, 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരീഷ് കണാരൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ 7 അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു 15എങ്കിലും വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രൊഡ്യൂസർ പുള്ളി ആ പടത്തിൽ നിന്ന് മാറ്റിയത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ചില കഥാപാത്രങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ചില വലിയ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ വേണ്ടി താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ശമ്പളം കുറച്ച് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ്. പുള്ളിക്ക് ആ ശമ്പളത്തിൽ അത്രയും ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെയാണ് പുള്ളി ആ പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. പിന്നെ ഞാൻ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞത് ഒരിക്കലും സത്യമല്ല. കാര്യം അയാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി. അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ എൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും സംവിധായകൻ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും എല്ലാവരും ഇരുന്ന് ഓരോ ക്യാരക്ടറുകളെ പറയുമ്പോൾ ഞാൻ അവരുടെയൊക്കെ നിർബന്ധപൂർവ്വം അവരോട് പറഞ്ഞാണ് ഹരീഷ് കണ്ണാറിനൊരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലോട്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത്. അവരാദ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആശകളായാലും സിനിമയിൽ പുള്ളിനെ കാസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളിയുടെ നിർഭാഗ്യവശാൽ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർട്ട് മാറിയപ്പോൾ ആ ഷൂട്ട് ചെയ്യേണ്ട ഡേറ്റിൽ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അസിസ്റ്റൻറ്റുമാർ വിളിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പിള്ളേരോട് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് എൻ്റെ പേജിൽ വന്ന് സൈബർ ആക്രമണം നടത്തിയവരോട് ഞാനൊന്നും പറയാൻ പോകുന്നു. പക്ഷെ എൻ്റെ മോളുടെ പേജിൽ വന്ന് നടത്തിയേക്കുന്നവരോട് ഞാൻ അതിൻ്റെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ ഹരീഷ് കണാരനെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിലവിൽ പോയിരിക്കുകയാണ്. ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന 20 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്ക് അദ്ദേഹം തന്നത് 10 ലക്ഷം രൂപയാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അയാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എടുത്തിട്ട് വേണമായിരുന്നു ഒരു ആരോപണം ഉന്നയിക്കാൻ. പുള്ളി എനിക്ക് 10 ലക്ഷം രൂപയും പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് പുള്ളിക്ക് 3 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ ഞാൻ 5 വർഷമായിട്ട് അയാൾക്ക് വേണ്ടി ജോലി എടുക്കണമെന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് 5 വർഷം ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി. പുള്ളി വന്നതോടുകൂടിയാണ് എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ടായതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം ഞാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഇയാൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് അയാളോട് ചോദിക്കുക. നമുക്ക് 100 രൂപ പോലും അയാൾ തന്നിട്ടില്ല. ആ സമയത്ത് അയാളുടെ ഒപ്പം തന്നെ മറ്റു 2 ആർട്ടിസ്റ്റുകളുടെ കാര്യം നോക്കി അവരൊക്കെ എനിക്ക് ഈ സമയത്ത് എന്നെ ഗംഭീരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇനി 7 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഇപ്പം ഞാൻ നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ നമ്മൾ നിയമ നടപടിയായിട്ട് പോവുകയാണ്. നമുക്ക് പണിയെടുത്തതിന് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടല്ലോ. ഞാൻ ഈ 5 വർഷം അയാൾക്ക് വേണ്ടി 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 5 വർഷം പണിയെടുത്തതിന് ഞാൻ ചുരുങ്ങിയത് എനിക്ക് 50 ലക്ഷം രൂപയിൽ ഏറ്റവും കുറഞ്ഞതല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന് എന്നെ തെറി വിളിച്ചവന്മാരെല്ലാം കൂടി ഹരീഷ് കുമാറിനോട് പറഞ്ഞിട്ട് 43 ലക്ഷം കൂടി എനിക്ക് മേടിച്ചു തന്നാലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടായി. ടൊവിനോ പറഞ്ഞിട്ടില്ലല്ലോ, ഹരീഷല്ലേ പറയുന്നത്. തിരക്കുകാരനും അല്ല ഒഴിവാക്കിയത്. ഈ 5 ലക്ഷം പോരാന്ന് പറഞ്ഞത് 15 ലക്ഷം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിനെ ഒഴിവാക്കിയത്. ഞാനല്ല ഒഴിവാക്കിയത്, പ്രൊഡ്യൂസറാണ് ഒഴിവാക്കിയത്. ഇത് സംസാരിക്കാൻ വേണ്ടി ഡയറക്ടർ ജിതിൻ രാത്രി ഹരീഷ് ഖാനെ വിളിച്ചിട്ട് ഹരീഷ് ഫോൺ എടുത്തില്ല. ആ ഡയറക്ടറോട് ചോദിച്ചു നോക്കും, പുള്ളി എത്ര പ്രാവശ്യം പുള്ളിയെ വിളിച്ചു, ഫോൺ എടുത്തില്ലല്ലോ ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അതല്ലേ നുണയല്ലേ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷ് ഖാനെ വിളിച്ചു, ഹരീഷ് ഖാൻ്റെ വൈഫിനെ വിളിച്ചു, രണ്ടുപേരും ഫോൺ എടുത്തില്ല. നിർമ്മൽ പാലായിനെ വിളിച്ചു, നിർമ്മൽ ഫോൺ എടുത്തു, എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇൻ്റർവ്യൂ കയറിന്നിട്ട് നിർമ്മലും എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഹരീഷ് ഇതിന് ശേഷം വിളിക്കാനേ പോയിട്ടില്ല. എല്ലാവരോടും പുള്ളി പറയുന്നത് ഞാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുടെ ഓട്ടത്തിലായിരുന്നു റേച്ചൽ സിനിമ. അതാണ് ഞാൻ അന്നും പറഞ്ഞത് റേച്ചലിൻ്റെ റിലീസിന് ശേഷം പ്രതികരിക്കാൻ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ തീരുമാനമെടുത്തത്, ഈ ഒരു ആരോപണം വന്നതിന് ശേഷം എൻ്റെ പിള്ളേർക്ക് മര്യാദക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോൻ ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല, അന്ന് നിർത്തിയതാണ് കോളേജിൽ പോകും. അപ്പോൾ ഇനി ഇത് ഞാൻ വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കയറി ഇന്നത്തെ പ്രതികരിക്കാനുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ സിനിമ റിലീസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ മാന് പോകണമെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എനിക്കൊരാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്കിപ്പോഴും അയാളോട് വിരോധവും ഇല്ല. നാളെയും അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയാൾക്ക് വിളിച്ച് വേഷം പോകും. എനിക്കങ്ങനെ മനസ്സിലാരോടും പയ്യോ ദേഷ്യവും എന്നുള്ള ആളല്ല. ഹരീഷ് ഖാനെ അതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, താങ്കൾ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ സിനിമാ മേഖലയില് ഒത്തിരി ഗുണ്ട സാന്നിധ്യം കൂടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ശരിയാണോ അത്? ഞാൻ എന്താ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു? അതെന്താന്ന് പുള്ളി പറയണം, അതുകൂടി പറയാം. എന്തും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയേക്കും. ഇപ്പൊ പ്രതികരിക്കാനുള്ള, അതായത് ഇത്രയും നാള് വൈകിട്ട് പ്രതികരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ തിരക്കുകൾ കൊണ്ട് മാത്രമാണ്? അല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 പടം എനിക്ക് നല്ല നഷ്ടമാണ് വരുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് വേണം എനിക്ക് ഇതിലേക്ക് ഒരു റിക്കവറി ഉണ്ടായിക്കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഓട്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും പ്രതികരിക്കില്ല തന്നെ. എനിക്ക് എൻ്റെ പിള്ളേർ സ്കൂളിൽ പോകണം, അതിന് വേണ്ടിയാണ് അതിന് പ്രതികരിക്കാറിഞ്ഞത്. ഇത് കാരണം പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല, അവർക്ക് നാണക്കേടാണ്. ഹരീഷിന് വളർന്നു വന്ന 2 പിള്ളേരുണ്ട്. എൻ്റെ 2 പിള്ളേരും പ്രായപൂർത്തിയായവരാണ്. ഹരീഷിന് കൊച്ചുകുട്ടികളാണ്, ഇതുങ്ങളൊക്കെ വളർന്നു വരുമല്ലേ. എൻ്റെ മോളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ കൊണ്ടുവന്ന് എന്തെല്ലാം കമൻ്റ് ആൾക്കാരെ ഇട്ട് കൂട്ടിയത്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പുതിയ ജനറേഷനല്ലേ, അവർക്ക് ഇതൊക്കെ പറ്റുമോ? ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെ ഭാവി തൊലഞ്ഞു പോകും. ഞാൻ ആ സമയത്ത് ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്ത പ്രവൃത്തി. കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളം ജില്ലയിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും മറ്റേ ഓൺലൈൻ പഠനത്തിന് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലെ കാശ് മാത്രമല്ല, ഞാനും ആൻഡോ ചേട്ടനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടി. ഞങ്ങളൊന്നും വിളിച്ചു പറയാൻ നടക്കുന്നില്ല. ഇയാളുടെ ഇന്ന് ശരിയായിരിക്കും, ഞാൻ എല്ലാവരുടെയും ഇത് പൈസ വീണിച്ചിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ കണക്കും കാര്യം എല്ലാം ഉണ്ട്. ആരൊക്കെ പൈസ തന്നു, ഇതെന്തിനു വേണ്ടി ചിലവാക്കി എന്നുള്ള കണക്കും കാര്യമെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഹരീഷ് കണാരൻ ഈ തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. ചാരിറ്റിക്ക് വേണ്ടി ഹരീഷ് കണാരൻ തന്ന പൈസ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. കാര്യം അയാളുടെ പൈസ വാങ്ങിച്ച് ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊന്നും അതിന് ബലത്തിൽ കൊള്ളില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ ആ കണക്കൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ കണക്കൊക്കെ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിരിക്കുക, പുള്ളിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിരിക്കുക. ചാരിറ്റിക്ക് കൊടുത്ത കാശ് വിളിച്ചു കൊണ്ട് വല്ല കാര്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ കാശ് ചെയ്തു എന്നല്ലേ ഇത് പൈസയല്ല. പൈസ കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ പലർക്കും കൊടുക്കാറുണ്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ. നമ്മൾ പോയി പ്രവർത്തിക്കുന്നതിലല്ലേ കാര്യം.
നമ്മളിതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി ഈ 150 ദിവസം 200 ദിവസം ഞാൻ ഇതിൻ്റെ പുറകെ കിടന്ന് ഈ ആൾക്കാർക്ക് മുഴുവൻ എത്തിച്ച് അങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് വേണ്ട. അതിനായിരിക്കും ചിലപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് തന്നേക്കണം. അല്ലാതെ കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കുന്നതിന് മാത്രം ഡോക്ടറേറ്റ് വരുമായിരുന്നു. ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് അത് എന്നുള്ളത് എഗ്രിമെന്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? എഗ്രിമെൻ്റ് എന്താണ്? ആ സമയത്ത് എല്ലാവരും വിളിച്ചും കാശ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 25 10 അങ്ങനെ കുറച്ചിങ്ങനെ എല്ലാവരും തരും. എത്ര ദിവസമാണ് നമ്മളിവിടെ നടത്തിയേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, എറണാകുളം ജില്ല എല്ലാവർക്കും അറിയാം. ഏകദേശം 150 ദിവസത്തോളം ആ അടഞ്ഞിടുന്ന സമയത്ത് കംപ്ലീറ്റ് ഇവിടെ ജനങ്ങൾക്ക് മുഴുവൻ ഏകദേശം 10-12 ലക്ഷം ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഹരീഷ് കണാറിനെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പ്രസ് മീറ്റ് ആയിരുന്നു. അതെ, അത് ശരിക്കും ആ സിനിമയ്ക്ക് ഒരു ഗുണമാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതെന്ന് അങ്ങനെ വല്ല ഒരു ഉദ്ദേശം ഉണ്ടോ? അല്ല, അത് എന്തിനാണ് ഇയാൾ ചെയ്തതെന്നുള്ള കാര്യം നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാര്യം ആ സിനിമയുടെ പ്രൊമോഷന് ഏകദേശം 1 മാസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ. ആ സമയത്തൊന്നും ഇയാൾ എന്നോട് കാശും ചോദിച്ചിട്ടില്ല. എനിക്ക് ഏതെങ്കിലും പടത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടാക്കി തന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു പടം വന്നപ്പോൾ ഞാൻ അയാൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. പുള്ളിയുടെ ചെയ്തോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഇത് സംഭവിച്ചതിന് ശേഷം പുള്ളി പലരോടും പറഞ്ഞു ഇത്രയും വഷളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഹരീഷ് കലാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹരീഷ് കലാറിൻ്റെ സ്വഭാവം കൊണ്ട്. പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയേക്കുന്ന ചെറിയ കളിയൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. ആരും തുറന്നു പറയാനില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അയാൾ സിനിമകളെ ഞാനൊക്കെ ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സിനിമയായിട്ടാണ് കാണുന്നത്. പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നത്. വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷന് വരെ പോകും. ഇല്ലെങ്കിൽ അയാളൊരു ചെറിയ പടത്തിൻ്റെ ഒന്നും ഒരു പ്രൊമോഷന് പോലും പോകില്ല. അങ്ങനത്തെ പ്രശ്നമുള്ള ആളാണ്. ജോസ് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് പ്രൊമോഷന് വിളിച്ചിട്ട് ഇയാൾ ചെല്ലാനേന് പച്ചയായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ജോസേട്ടാ നമുക്ക് ഹരീഷ് കണ്ണാനൊരു വേഷം കൊടുക്കണേ. അപ്പോഴാണ് പുള്ളി ഈ കഥയൊക്കെ എന്നോട് പറയുന്നത്. അങ്ങനെ പല സെറ്റിലും പുള്ളി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ, ഒരുപാട് പേര് എന്നെ വിളിച്ചു. കാര്യം ഇൻഡസ്ട്രി മുഴുവൻ അറിയാം ഹരീഷ് കണ്ണാറിൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ നോക്കിയിരുന്നത്. ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് കൃത്യമായിട്ടാണ് അയാളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നും അയാൾ കൃത്യമായിട്ട് ഒരു സെറ്റിൽ പോലും തെറ്റാതെ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് ഞാൻ. ഇതിനുശേഷം ഞാൻ മാറിയതിന് ശേഷമാണ് പുള്ളി വീണ്ടും പഴയ കുഴപ്പത്തിലേക്ക് പോയതും പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം താങ്കളുടെ തൊഴിൽ മേഖലയിൽ താങ്കൾക്ക് പ്രതിസന്ധി നേരിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങളും എനിക്കിത് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു റീസണാണ് റേച്ചൽ ഇറങ്ങാത്തതിൻ്റെ കാര്യം. എനിക്ക് ആ പടം ഇറങ്ങാൻ ഒരു പൈസ കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. തരാൻ നേറ്റുന്നവരെല്ലാം ഈ ഒരു വിഷയം വന്നതോടെ അതിനകത്തുനിന്ന് പിന്മാറിക്കുന്നത്. എനിക്ക് തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ഇറക്കും. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ആഴ്ചയോടുകൂടി എൻ്റെ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറും അടുത്ത ആഴ്ച ഫെബ്രുവരി 6-ാം തീയതി പടം ഇറക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ് ഇറക്കുന്ന രീതിയിൽ. 10 ലക്ഷം രൂപയാണ് പുള്ളിയിട്ട് എൻ്റെ അന്ന് 20 ലക്ഷം ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നു. അത് ഏകദേശം 4/5/2019 പുള്ളി എനിക്ക് പൈസ. അതെ അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നിൽക്കുന്നത്. പുള്ളി എനിക്ക് അക്കൗണ്ടിലൂടെയാണ് പൈസ എന്നു പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഇതുപോലെ ഒന്നും എടുത്ത് നോക്കിയിട്ട് വന്നെന്ന് ആരോപണം ഉന്നയിക്കണ്ടേ. ഞാൻ അയാളുടെ ഇന്ന് 10 ലക്ഷവും മേടിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷവും വാങ്ങിച്ചു. ആ 4 ലക്ഷം രണ്ടാമത്തെ ദിവസം പുള്ളിക്ക് തിരിച്ചിട്ട് കൊടുത്തു. ബാക്കി 3 ലക്ഷവും കൂടി പുള്ളിക്കാൻ അയച്ചു കൊടുത്തു. എന്നോട് എന്തോ ആവശ്യപ്പെട്ട് ചോദിച്ചപ്പോൾ. അതെ, ഞാൻ പ്രോപ്പർട്ടി വാങ്ങാൻ തന്നെ ആ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരാവശ്യത്തിന് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നേരത്ത് എനിക്ക് പൈസ ആവശ്യം വന്നു. എനിക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും കാശ് തരും. ഞാൻ അവരോട് ചോദിക്കാതെ പണിയെടുക്കുന്നവരോട് ചോദിക്കണല്ലേ നല്ലത്. അതാണ് മര്യാദ.
മൂന്ന് ആർട്ടിസ്റ്റുണ്ട്, ഒരു 3 പേരെ ഡേറ്റ് ചെയ്യാൻ നോക്കട്ടെ. മറ്റേ 2 ആർട്ടിസ്റ്റിന് പ്രശ്നമില്ലല്ലോ. അവരെനിക്ക് ആ പൈസ തന്നിട്ട് അവർ പറഞ്ഞത് തിരിച്ച് തരണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ബാക്കിയുടെ പ്രതിഫലമായിട്ട് വെച്ചോളാനാണ് പറഞ്ഞത്. നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംസാരത്തിന് ഇട വന്നിട്ടില്ല. നമ്മളാ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ആലോചിക്കും എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്ക് ചോദിച്ച് മേടിക്കുന്ന ഒരു സ്വഭാവമില്ല. നമുക്കിപ്പോൾ എൻ്റെ കൂടെ ഒരു പണി കഴിക്കും. ഇപ്പോൾ ഇവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, ഇവന് ശമ്പളം ഞാനല്ല കൃത്യമായിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം ശമ്പളം. പുള്ളി ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തന്നിട്ടില്ല. പുള്ളി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾ 5 വർഷം പണിയെടുത്തിട്ട് എന്ത് കൊടുത്തെന്നാലും ചിന്തിച്ചു. കടമായിട്ടുള്ള എനിക്കൊരു ആവശ്യം വന്നു, എനിക്ക് ഇത്ര പൈസ 20 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി 10 രൂപ. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ഞാൻ തിരിച്ച് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റവരോടും പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു തിരിച്ചു തരണ്ടെന്നാണ് പറഞ്ഞത്. സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ ഒരു വിഷയത്തില് ഇത് സാമ്പത്തികം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിനോ ഒരിക്കലും അസോസിയേഷനൊന്നും ഇടപെടില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു പരാതി എടുക്കാൻ പറ്റില്ല അസോസിയേഷന്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇപ്പം ഞാനൊരു അഡ്വാൻസ് കൊടുത്തിട്ട് അത് എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പരാതിപ്പെടാം. അതെ, പക്ഷേ ഈ ഇങ്ങനെയുള്ളൊരു സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും അസോസിയേഷൻ ഏറ്റെടുക്കാറില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. സിനിമ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടാനോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അസോസിയേഷനിലാണ്. ഞാൻ പറഞ്ഞ ഇതെങ്ങനെയെങ്കിലും സ്റ്റേജ് മേലെ പോകണമെങ്കിൽ അങ്ങ് പൊക്കോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇതിങ്ങനെ കൂടി വരിക. സ്വാഭാവികമായിട്ട് നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണം ഇത്രയും വൈകിയതാണ് ഹരീഷ് കണാറിനെ സോഷ്യൽ മീഡിയ അടക്കം എല്ലാം സപ്പോർട്ട് ചെയ്തതിനുള്ള റീസൺ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ റിലീസ് ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചല്ലോ. ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെല്ലാം മറുപടി തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കത് റിലീസ് ചെയ്യാനും പറ്റുന്നില്ല. ഇതിങ്ങനെ നീണ്ടു പോകണമെന്നാണ് എന്ത് ചെയ്യാൻ പ്രതികരണത്തിന് തയ്യാറായി ഇവിടെ വന്നിരുന്നത്. ഞാൻ പറഞ്ഞ എനിക്ക് അയാളെ ഉപദ്രവിക്കണമെന്നൊന്നും ഒരാഗ്രഹമില്ല. ഇനി ഇത് കേട്ടിട്ട് ഇനി അയാളെ ആൾക്കാർ നാളെ കയറി തെറി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ സത്യാവസ്ഥ എനിക്ക് ജനങ്ങളെ ബോധിപ്പിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത്. ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, 2019 പൈസ മേടിച്ചതാണ്, അത് കഴിഞ്ഞിട്ടും സാർ സിനിമകൾ ഇറക്കുന്നുണ്ട്, എന്നിട്ട് ഈ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. സിനിമ ഇറക്കാൻ പൈസ ഉണ്ടായിരുന്നു, ഒരു കടമായിട്ട് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനില്ല. ആ സംശയം സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ഓഡിയൻസിനുണ്ടാവും. അപ്പൊ അതിലെന്താ പറയാനുള്ളത്? പുള്ളി എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. അങ്ങനെ സാർ കടമായിട്ട് മേടിച്ചതാണല്ലോ. കടമായിട്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ എൻ്റെ ധാരണ പുള്ളി ഇത്രയും നാളും തിരിച്ചു ചോദിക്കാതിരിക്കുമ്പോൾ ഞാൻ എടുത്ത ജോലിക്കുള്ള കൂലിയായിട്ട് പുള്ളി വെച്ചെന്നല്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആ സമയത്ത് പുള്ളി ചോദിച്ചില്ല. 2 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലേ? 4 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലേ? 1 ലക്ഷം ഭാര്യയുടെ അക്കൗണ്ടിൽ 25 ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ എന്നെ വിളിച്ചാലും കാശ് ചോദിച്ചു. മര്യാദയ്ക്ക് എന്നൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ? ഞാൻ കൊടുത്തില്ലെങ്കിലും ഓക്കെ, ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ? ഒരു പ്രാവശ്യം പുള്ളി ചോദിച്ചത് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ എല്ലാ അരീക്ഷ ഉള്ളപ്പോൾ എന്നതിലേക്ക് തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു കാശൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിൽ വേഷം മേടിച്ചു തന്നാൽ പുള്ളി പറഞ്ഞു. ആ വേഷം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് അയാളുടെ ദേഷ്യ വിരോധമില്ല. ഇനി ഏത് സിനിമ വന്നാലും അയാൾക്ക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു കൊടുക്കും. പക്ഷേ എൻ്റെ മാനം എന്നെ നഷ്ടപ്പെടുത്തിയെന്നുള്ള ഞാൻ നിയമപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൊച്ചിനെ സോഷ്യൽ മീഡിയയിൽ കയറി അപമാനിച്ചവർക്കെതിരെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ മാനത്തിൽ ഞാൻ കോടതിയെ സമീപിക്കുക. നിങ്ങൾ എൻ്റെ പേജ് ഇപ്പോൾ അതിനു മുമ്പും നിങ്ങൾ എൻ്റെ പേജ് ഞാൻ എല്ലാ ദിവസവും തലേന്ന് വൈകുന്നേരം ഏതെങ്കിലും ഒരു റീൽസ് ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എൻ്റെ പേജിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അന്ന് ഞാൻ ഇത് കയറിയിട്ട് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാതെ ഇത് കയറിയിട്ടത്. അപ്പോൾ നോക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വന്നേക്കുന്നു. റീൽസ് ഉണ്ടാക്കി എന്ത് ഭീഷണിയാണെന്നായി പറയുന്നത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൊട്ടു. ഞങ്ങളുടെ സൗഹൃദം തുടരും. അയാൾ എപ്പോൾ വെച്ചാൽ ഞാൻ ഫോൺ കൊടുക്കും, എപ്പോൾ കാണണമെന്ന് പറയാൻ കാര്യം ചെയ്യും. മാനം നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനുള്ള നിയമ നടപടി നമ്മൾ മുമ്പോട്ട് കൊടുക്കും. കാര്യം എനിക്ക് എൻ്റെ കാര്യമല്ലേ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം. അയാൾക്ക് ഞാൻ പറഞ്ഞത് അയാൾക്ക് വളർന്നു വന്ന 2 കുഞ്ഞുങ്ങളുണ്ട്.
അങ്ങക്ക് ഇപ്പോൾ ഇതിനൊന്നും പറ്റി അറിവുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സംഭവിച്ച് പഠിച്ചതൊക്കെ പിന്നെ തിരിച്ചും കൊടുത്തേക്കാവേ. അന്നൊക്കെ ഇത് ചിലപ്പോൾ വരുമ്പോൾ പിള്ളി പഠിക്കട്ടെ.